കോഴിക്കോട് പശുക്കടവ കോങ്ങോട് മലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബോബിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ പൂർത്തിയാക്കും. ചത്ത പശുവിന്റെ ദേഹത്തും ബോബിയുടെ ശരീരത്തിലും മുറിവുകളോ പാടോ ഇല്ല. പശു കിടന്ന സ്ഥലത്തു നിന്നും 2 മീറ്റർ മാറിയാണ് ബോബിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് പശുക്കടവ് കോങ്ങോട് മലയിലാണ് ഇന്നലെ ബോബി എന്നൊരു സ്ത്രീയെയും അതുപോലെ തന്നെ അവരുടെ പശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോങ്ങോട് മലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ചത്ത പശുവിൻ്റെ ജഡം. ഇതിന് 2 മീറ്റർ ഇപ്പുറത്തായിട്ട്, കുറച്ച് തൊട്ടുപുറത്തായിട്ടാണ് ബോബി എന്ന സ്ത്രീയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഇന്നലെ കുട്ടികളെല്ലാം വീട്ടിലേക്ക് എത്തിയപ്പോൾ, അവരുടെ 3 മക്കളുണ്ട്, ആ 3 മക്കൾ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഈ ബോബിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം തിരഞ്ഞിട്ടും കാണാതായപ്പോൾ നാട്ടുകാർ വിവരം അറിയിക്കുന്നു. ആ നാട്ടുകാർ ഒന്നടങ്കം നടത്തിയ തിരച്ചിൽ, ഫയർഫോഴ്സ് അടക്കം പോലീസും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നടത്തിയ തിരച്ചിലിനൊടുവിൽ രാത്രി 1 മണിയോടുകൂടിയാണ് ബോബിയുടെ മൃതദേഹം ഇവിടെ കിടക്കുന്നതായിട്ട് കണ്ടത്. തൊട്ടടുത്ത് പശുവും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. എനിക്കൊപ്പം ഈ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എന്തെങ്കിലും സൂചനകളുണ്ട് എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ? മരണകാരണം എന്താണെന്ന് നമുക്കിതുവരെ വ്യക്തമല്ല. എല്ലാവരും ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവിടെ വന്യമൃഗശല്യങ്ങൾ ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ എന്തെങ്കിലും ഉപദ്രവിച്ചതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇങ്ങനെ ഒരു ദുരന്ത വാർത്ത ജനങ്ങളെല്ലാം അറിയുന്നത്. അതാണ് എന്താണ് ഈ മരണത്തിന് കാരണമായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഈ പശുവിൻ്റെ ദേഹത്താണെങ്കിലും അതോടൊപ്പം തന്നെ ബോബിയുടെ ദേഹത്താണെങ്കിലും ആ തരത്തിൽ മുറിവുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ആ സമയത്ത് ഈ മൃതദേഹം കണ്ടവരിൽപ്പെട്ട ഒരാൾ കൂടെ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഈ മൃതദേഹം കണ്ട സമയത്ത് എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നു മരണത്തിൻ്റെതായിട്ട്, സംഭവിച്ചതിൻ്റെതായിട്ട്? ശരീരം മൊത്തം മരച്ചിരിക്കുമായിരുന്നു, പിന്നെ അനക്കൊന്നും ഇല്ലായിരുന്നു. വരുമ്പോൾ വന്യമൃഗശല്യത്തിൻ്റെതായ ഒരു സാധ്യതയില്ല. ഇല്ല, വന്യമൃഗം ആക്രമിച്ച പാടും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരൊറ്റ പശുവിനെ തന്നെയാണ് അവരെല്ലാം കൂടി കൊണ്ടുവരാറ്. ഈ പശുവിനെ, പിന്നെ ആടുണ്ട്. ആട് തിരിച്ചു കൂട്ടിൽ വന്നായിരുന്നു. സാധാരണ മേയാൻ വിട്ട് കഴിഞ്ഞാൽ അവർ തന്നെ ഇവിടെ വന്ന് തിരിച്ചു കൊണ്ടുപോകാറ്? അല്ല, സാധാരണ മേയാൻ വിട്ടിട്ട് ഈ പശു തിരിച്ചു ചെല്ലുക ചെയ്യുന്നത്. ഇത് പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് ഉച്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും, ചേച്ചി കൂടെ വരും. ഉച്ച കഴിഞ്ഞാണ് അയച്ചു വിടലുണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ബോബിയുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ ഈ ചത്ത പശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്നുണ്ടാകും. എന്തായാലും വളരെ ദാരുണമായ, വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. വേണുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.